ഗ്രിഡ് മെത്തേഡിനെ കുറിച്ച് നമ്മൾ ടോട്ടലി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗ്രിഡ് മെത്തേഡ് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ. രണ്ടാമത്തേത് മൊബൈലിൽ ഗ്രിഡ് ഇട്ട് വരയ്ക്കാനും പിന്നെ കുറേ ഡ്രോയിങ്ങിൻ്റെ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ ചേർത്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ. എനിക്കറിയാം ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഗ്രിഡ് മെത്തേഡ് വെച്ചിട്ട് നല്ല രീതിയിൽ പോർട്രേറ്റ് വരയ്ക്കുന്നവരുണ്ട്. പക്ഷെ കുറച്ച് ആർട്ടിസ്റ്റുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗ്രിഡ് മെത്തേഡ് വരച്ച് ശീലിക്കുന്നത് നല്ലതല്ല. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഗ്രിഡ് ഡ്രോയിങ് ഗുണവും ദോഷവും. ആദ്യം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഗ്രിഡ് ഡ്രോയിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എൻഹാൻസ് സെൽഫ് കോൺഫിഡൻസ്. ആസ് ആൻ ആർട്ട് ടീച്ചർ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന സെൽഫ് കോൺഫിഡൻസ് ആ കാര്യം നമ്മളെ മുന്നോട്ട് പഠിക്കാനായിട്ട് പ്രേരിപ്പിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഡ്രോയിങ് വരയ്ക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ഡ്രോയിങ് തന്നെ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ വരച്ചാൽ നമുക്ക് തന്നെ ഒരു തോന്നൽ വരും, നമുക്ക് നന്നായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കുമെന്ന്. അതിന് പകരം നമ്മളിപ്പോൾ ആദ്യത്തെ ഡ്രോയിങ് തന്നെ മോശമായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു തോന്നൽ വരും, അയ്യോ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഡ്രോയിങ് പഠനം അവിടെ വെച്ച് നിർത്തും. ഡ്രോയിങ്ങിലെ തുടക്കക്കാരാണെങ്കിൽ ഗ്രിഡ് മെത്തേഡ് വെച്ചത് നമുക്ക് ഈസി ആയിട്ട്, ഇപ്പോൾ ഡ്രോയിങ് അറിയാത്ത ഒരാൾക്കും കൂടി നല്ല രീതിയിൽ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ഒക്കെ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതായത് നിങ്ങൾ തുടക്കക്കാരാണ് പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും എന്നറിയുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് നിങ്ങളെ മുന്നോട്ട് പഠിക്കാനായിട്ട് പ്രേരിപ്പിക്കും. നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവ് വർഷങ്ങളിലെ പ്രാക്ടീസ് കൊണ്ടാണ് കിട്ടുന്നത്. പക്ഷേ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ചിത്രവും നല്ല രീതിയിൽ പേപ്പറിലേക്ക് പകർത്താനായിട്ട് സാധിക്കും. എഫക്റ്റീവ് ഹൈപ്പർ റിയലിസ്റ്റിക് ആർട്ട് വർക്ക്സ്. ഫോട്ടോ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോനേക്കാളും ഡീറ്റെയിൽ ആയിട്ടൊരു ചിത്രം നമുക്ക് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഗ്രിഡ് വെച്ച് വരയ്ക്കുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾ നോർമലി ഫ്രീ ഹാൻഡ് മെത്തേഡ് വെച്ച് വരയ്ക്കുമ്പോൾ ആ സീൻ മൊത്തത്തിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഗ്രിഡ് മെത്തേഡ് വെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള ചിത്രത്തെ ചെറിയ ബോക്സ് ആക്കി ഡിവൈഡ് ചെയ്ത് ഓരോ ബോക്സും 1 by 1 ആയിട്ട് നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, ഓരോ ബോക്സിലുമുള്ള ഡീറ്റെയിൽ അത്ര നല്ല രീതിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വരച്ച് വരുമ്പോൾ നമ്മുടെ ചിത്രം നല്ല റിയലിസ്റ്റിക് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ വരയ്ക്കാനായിട്ട് റൈറ്റ് ഹാൻഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രിഡ് ഇട്ട് വരയ്ക്കുമ്പോൾ ഈ ഓർഡർ കീപ്പ് ചെയ്യുക. ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് ബോട്ടം റൈറ്റിലേക്ക് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരിക. ഷെയ്ഡിങ് ആണെങ്കിലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടോപ്പ് ലെഫ്റ്റിലുള്ള ബോക്സാണ്, അവസാനം നിങ്ങൾ ചെയ്യേണ്ടത് ബോട്ടം റൈറ്റിലുള്ള ബോക്സാണ്. എന്താ ഗുണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതേ ഓർഡറിൽ ഓരോ ഡീറ്റെയിൽ നോക്കി പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു കോളം വരച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ കൈ പോവില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് ഹൈപ്പർ റിയലിസ്റ്റ് പോർട്രേറ്റും ഡ്രോയിങ്ങും ഒക്കെ ഗ്രിഡ് മെത്തേഡ് വെച്ചിട്ട് ഓരോ ബോക്സ് നോക്കി റെഫർ ചെയ്ത് സമയമെടുത്ത് അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇംപ്രൂവ് പേഷ്യൻസ് ആൻഡ് ഒബ്സർവേഷൻ സ്കിൽ. നോർമലി ഒരു ഫ്രീ ഹാൻഡിൽ ഒരു ചിത്രം വരയ്ക്കുന്ന പോലെയല്ല ഗ്രിഡ് മെത്തേഡ് വെച്ച് വരയ്ക്കാം. ഒരു ചിത്രം വരയ്ക്കണേക്കാൾ മുമ്പ് ആ ചിത്രം എടുത്ത് നമുക്ക് അതിൽ ഗ്രിഡ് ഇടണം. പിന്നെ ആ ഗ്രിഡ് നോക്കിയിട്ട് നമ്മുടെ പേപ്പറിലേക്കും സെയിം അളവിൽ അല്ലെങ്കിൽ വലുതാക്കി ചെറുതാക്കി ഗ്രിഡ് വരയ്ക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നേരെ ഒരു ചിത്രം വരയ്ക്കണേക്കാൾ മുമ്പ് നമുക്ക് ഒരുപാട് സമയം ഈ ഗ്രിഡിൽ തന്നെ ചിലവാകും. അപ്പോൾ ഗ്രിഡ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല പേഷ്യൻസ് ആവശ്യമുണ്ട്. ഈ സ്കെയിലൊക്കെ വെച്ച് അളവൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഗ്രിഡ് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പടം വരയ്ക്കാനായിട്ട് ഇത്രയധികം നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഷ്യൻസും ആ ചിത്രം നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനുള്ള സ്കില്ലും കൂടും. റീസൈസ് ദ ഇമേജ് ആസ് റിക്വയർഡ്. ഗ്രിഡ് മെത്തേഡിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇതാണ്. നമ്മൾ വരയ്ക്കുന്ന ചിത്രം ഏത് സൈസിലേക്ക് റീസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, കടയുടെ ഷട്ടറിലൊക്കെ വരയ്ക്കുന്നവർ ഗ്രിഡ് ഇട്ടിട്ടാണ് സാധാരണ വരയ്ക്കാറ് പണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവരുടെ കയ്യിൽ ചെറിയൊരു ഫോട്ടോഗ്രാഫ് ആയിരിക്കും ഉണ്ടാവുക. അവർ ആ ചെറിയ ഫോട്ടോഗ്രാഫിൽ ചെറിയ ഗ്രിഡ് ഇട്ടിട്ട് ആ ഗ്രിഡ് കടയുടെ ഷട്ടറിലേക്ക് എൻലാർജ് ചെയ്താൽ വരയ്ക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ നിങ്ങൾ 1 cm × 1 cm ഗ്രിഡ് ഇട്ടു. നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന ചിത്രത്തിൽ, നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന പേപ്പറിൽ ആ ഗ്രിഡ് നിങ്ങൾ 2 cm ഇട്ടു. അപ്പോൾ അങ്ങനെ ഒരു സൈസിൽ ഗ്രിഡ് ഇട്ടിട്ട് നിങ്ങൾ വരച്ച എന്താ റിസൾട്ട് കിട്ടുകയെന്ന് വെച്ചാൽ, നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം നിങ്ങൾ റെഫർ ചെയ്യുന്ന ചിത്രത്തിൻ്റെ ഇരട്ടി സൈസുള്ളതായിരിക്കും. പോളാർ മാത്തമാറ്റിക്സ്. അതേപോലെ തന്നെ നേരെ തിരിച്ചും റെഫറൻസ് പിക്ചറിനേക്കാളും ചെറിയ ഗ്രിഡുകൾ ഇട്ടാൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ചിത്രം വരയ്ക്കാനായിട്ടും സാധിക്കും. ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ആർട്ടിസ്റ്റുകൾ പൊതുവെ ഗ്രിഡ് മെത്തേഡിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. എന്താണ് റീസൺ നോക്കാം. റെഡ്യൂസ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഹാൻഡ്സ്.
പറഞ്ഞു വരുന്നത് നമ്മുടെ കൈയിനെ കുറിച്ചാണ്. ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ കൂടുതലും വിരലുകളാണ് അനക്കുന്നത്. കാരണം നമ്മുടെ കൈയുടെ ഈ ഒരു പോർഷൻ നമ്മൾ പേപ്പറിൽ വെച്ചിട്ട് വിരലിൽ ഉപയോഗിച്ചിട്ടാണ് ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈയുടെ ഫ്ലെക്സിബിലിറ്റി അത്രയും നമ്മൾ കുറയ്ക്കുക ചെയ്യുന്നത്. നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ അവർ ഈ ഒരു പോർഷൻ മൂവ് ചെയ്യും, ഈ ഒരു പോർഷൻ മൂവ് ചെയ്യും, ഈ ഒരു പോർഷൻ മൂവ് ചെയ്യും. അപ്പോൾ ഇത്രയും മസിൽ മൂവ്മെൻറ്റ് നമുക്ക് ഒരു ഫ്രീ ഹാൻഡ് മെത്തേഡിൽ, ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിൽ കിട്ടുന്നുണ്ട്. ഗ്രിഡിൽ നമ്മൾ കൂടി വന്ന വിരലും ഈ ഒരു പോർഷനും മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഓഫ് ഹാൻഡ്, കൈയുടെ ഫ്ലെക്സിബിലിറ്റി അത്രയും കുറയും ഗ്രിഡ് മെത്തേഡിൽ. ഫ്രീ ഹാൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അത്രയും മസിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുന്ന കാരണം അദ്ദേഹത്തിന് ഫ്ലെക്സിബിളായിട്ട് ഏതൊരു ഷേപ്പും പെട്ടെന്ന് വരച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഗ്രിഡ് മെത്തേഡ് വരയ്ക്കുന്ന ഒരാൾക്ക് സ്വന്തമായിട്ടൊരു ഡ്രോയിങ് സ്റ്റൈൽ കണ്ടെത്താനൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അത് ഈ കൈയുടെ ഫ്ലെക്സിബിലിറ്റി കുറയുന്നതുകൊണ്ടാണ്. ഡിഫിക്കൽറ്റി ഇൻ റിയൽ ലൈഫ് ഡ്രോയിങ്. ഗ്രിഡ് ഇട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ 2D ആയിട്ടാണ് ചിന്തിക്കുക. അതായത് നീളവും വീതിയും മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. 3D ലെവലിലേക്ക് നമ്മുടെ ചിന്തകൾ വരുന്നില്ല. അതേസമയം റിയൽ ലൈഫ് ഡ്രോയിങ് ചെയ്യുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് നീളവും വീതിയും വസ്തുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടി അളക്കേണ്ട, അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഗ്രിഡ് ഇട്ട് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫ് ഡ്രോയിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നേരിട്ടൊരു വസ്തു മുന്നിൽ വെച്ച് വരയ്ക്കുമ്പോൾ ഉള്ള അളവുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം ഈ ഒരു 3D സ്പേസ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഗ്രിഡിൽ നമ്മൾ 2 ഡയമെൻഷൻ മാത്രമേ, നീളവും വീതിയും മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. റിയൽ ലൈഫ് അല്ലെങ്കിൽ സ്റ്റിൽ ലൈഫ് ഡ്രോയിങ്ങിൽ 3 ഡയമെൻഷൻ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. റെഡ്യൂസ് മെമ്മറി പവർ. മെമ്മറി പവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇമാജിനേഷനിൽ നിന്ന് എങ്ങനെ വരയ്ക്കാം. നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ തലച്ചോറിൽ സേവ് ആവുന്നുണ്ട്. ഇപ്പോൾ ഗ്രിഡ് ഇട്ട് വരയ്ക്കുകയാണെങ്കിൽ അത്രയും കുറച്ചാണ് സേവ് ആവുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രിഡ് ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മൾ പിക്ക് ചെയ്ത് വരയ്ക്കുന്ന പ്രോസസ്സാണ്. നമ്മൾ ആ ബോക്സ് നോക്കുന്നു, ആ ബോക്സ് ഒരു 2-3 സെക്കൻഡ് നമ്മുടെ മെമ്മറി വയ്ക്കുന്നു, അപ്പം തന്നെ പേപ്പറിലേക്ക് പകർത്തുന്നു. അപ്പോൾ അത്രയും നേരം മാത്രമേ നമ്മുടെ മെമ്മറിയിൽ ആ ഒരു സാധനം നിൽക്കുന്നുള്ളൂ. അതേസമയം റിയൽ ലൈഫ് ഡ്രോയിങ് ചെയ്യുന്ന ഒരാൾക്ക്, ഇപ്പോൾ ഒരാൾ നിൽക്കുന്നത് നോക്കി വരയ്ക്കുകയാണ്, അദ്ദേഹം അത്ര നേരം അവിടെ നിന്നൊന്നും തരില്ല. ആൾ ചിലപ്പോൾ 2 സെക്കൻഡ് സെയിം പോസിൽ എന്നിട്ട് പെട്ടെന്ന് പോസ് മാറ്റും. അപ്പോൾ നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ മനസ്സൊരു ക്യാമറ പോലെ വർക്ക് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പോസ് നമ്മുടെ മനസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് നമ്മൾ മനസ്സിൽ സേവ് ചെയ്തിട്ട് നമ്മളത് പേപ്പറിലേക്ക് വരയ്ക്കും. അപ്പോൾ നമ്മുടെ മെമ്മറി പവർ അത്രയും യൂസ് ആവും ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിൽ. നമ്മളൊരു പൂച്ചേനെ നോക്കി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൂച്ചേനെ മൊത്തത്തിലാണ് നമ്മൾ കാണുന്നത്, മൊത്തത്തിലാണ് സ്കെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫുള്ളായിട്ടുള്ള ഫിഗർ നമ്മുടെ തലച്ചോറിൽ സേവ് ആയിട്ടുണ്ടാവും. പക്ഷേ ഗ്രിഡ് ഇട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ ഓരോ ബോക്സും ഓരോ പോർഷനും നോക്കി വയ്ക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി മനസ്സിൽ സേവ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഗ്രിഡ് മെത്തേഡ് നമ്മുടെ ബ്രെയിനിൻ്റെ മെമ്മറി പവർ അത്ര അധികം യൂസ് ചെയ്യുന്നില്ല. റിയൽ ലൈഫ് ഡ്രോയിങ് ആ ഒരു മെമ്മറി പവർ നമ്മുടെ കൂട്ടും. ഡിസിൻട്രസ്റ്റ് ടു ലേൺ മോർ. അതായത് കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹം. ഇപ്പോൾ ചിലവർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഞാനൊരു പടം നന്നായിട്ട് വരച്ചല്ലോ. അപ്പോൾ ഗ്രിഡ് ഇട്ട് വരയ്ക്കുന്നവർക്ക് ചെറുതായിട്ട് ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ നന്നായിട്ട് വരച്ചില്ല, എനിക്കിനി പഠിക്കാനൊന്നുമില്ല. അങ്ങനെ പഠനം നിർത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഡ്രോയിങ് നിർത്തുന്നവരുണ്ട്. ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് ആണെങ്കിൽ ഓരോ സ്കെച്ചിങ് ചെയ്യുമ്പോഴും നമ്മുടെ ചിത്രം ഇമ്പ്രൂവ് ആയിട്ട് വരും. അപ്പോൾ കൂടുതൽ പഠിക്കണം, അടുത്ത ലെവൽ എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കും. ഗ്രിഡ് മെത്തേഡ് പെട്ടെന്ന് ഒരു റിസൾട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴുള്ള ദോഷമാണ് പറയുന്നത്. മടിയുള്ളവരുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ഇനി വരച്ചല്ലോ, ഇനിയിപ്പോൾ എന്താ പഠിക്കുക എന്നുള്ളതെന്ന് വിവരിച്ചിട്ട് ചിലപ്പോൾ ഡ്രോയിങ് അവിടെ വെച്ച് നിർത്തുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രിഡ് മെത്തേഡ് വെച്ച് വരയ്ക്കുമ്പോൾ ഉള്ള ഗുണവും ദോഷവും. ഇനി നിങ്ങൾ കോമൺലി ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ആൻസർ തരാം. ഗ്രിഡ് മെത്തേഡ് വെച്ച് വരയ്ക്കുന്ന ഒരാൾക്ക് ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്ങിലേക്ക് എങ്ങനെ മാറാം? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഞാൻ ഗ്രിഡ് ഇട്ട് ഒരിക്കലും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എൻ്റെ ഡ്രോയിങ് സാർ എന്നെ പഠിപ്പിച്ചത് ഫ്രീ ഹാൻഡായിട്ട് സ്കെച്ച് ചെയ്യാനാണ്. ഞാനിപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് ബിഗിനേഴ്സായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ആ ഗ്രിഡ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനിയിപ്പോൾ ഗ്രിഡ് മെത്തേഡ് വരയ്ക്കുന്നവരുണ്ടെങ്കിൽ എങ്ങനെ ഫ്രീ ഹാൻഡിലേക്ക് മാറാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓരോ ചിത്രം വരയ്ക്കുന്തോറും നിങ്ങൾ ഇടുന്ന ഗ്രിഡിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് വരിക. അതായത് നിങ്ങൾ മുമ്പ് വരച്ച ചിത്രത്തിൽ 36 ബോക്സ് ആയിരുന്നെങ്കിൽ അടുത്ത ചിത്രത്തിൽ 24 ബോക്സ് ഇടാം. അങ്ങനെ ബോക്സസിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് വരിക. അടുത്തൊരു മെത്തേഡ്, നിങ്ങൾക്ക് ചിലപ്പോൾ ചിത്രത്തിലെ എല്ലാ ഭാഗത്തും ഗ്രിഡ് ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ മൂക്കൊക്കെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നവരുണ്ടാവും, ചിലപ്പോൾ കണ്ണായിരിക്കും ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ കണ്ണിൻ്റെ ഭാഗത്ത് മാത്രം ഗ്രിഡ് ഇട്ടിട്ട് വരയ്ക്കുക. മാക്സിമം ഗ്രിഡിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് വരിക, ഗ്രിഡിൻ്റെ യൂസ് ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരിക.
പിന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ഹാൻഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം മുമ്പിലുള്ള വസ്തുക്കളെ നോക്കി ഡെയിലി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഗ്രിഡ് ഇല്ലാതെ തന്നെ നല്ലൊരു ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കും. ഗ്രിഡിൻ്റെ ലിമിറ്റേഷൻ ഇതാണ്, നമ്മളൊരു പടം വരയ്ക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോഗ്രാഫ് നമുക്ക് എപ്പോഴും കയ്യിൽ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഗ്രിഡ് ഇടാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് മെമ്മറിയിൽ നിന്ന് ഒരു പടം വരയ്ക്കണം, അല്ലെങ്കിൽ നമുക്കൊരു നേരിട്ടൊരു സംഭവം നോക്കി വരയ്ക്കണം, അപ്പോഴൊക്കെ നമുക്ക് ഗ്രിഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഗ്രിഡിൻ്റെ ഗുണവും ദോഷമൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതറിയാത്ത സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.